മദാമ വിളി കേൾക്കാറുണ്ടോ? എപ്പോഴും എന്നെ മദാമ എന്ന് വിളിക്കും. ഞാനൊരു ഫോറിനെ കണ്ട ഞാൻ എന്റെ ഫ്രണ്ടിന് നോക്കൊരു മദാമ, അത് അങ്ങനെ തന്നെ ചെയ്യുന്നു. എപ്പോഴും ഞാൻ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ പട്ടിയല്ല, അത് തന്നെ എന്ത് പറ്റി. ലൈക്ക് കാരണം എനിക്ക് ആ അക്ഷരം പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം. അടിപൊളി. ഇതിൽ ഇഷ്ടപ്പെട്ട ഡിസ്ട്രിക്ട് ഏതാണ്? ഇടുക്കി. ഇടുക്കി. വൈ ഇടുക്കി? കാരണം മൂന്നാർ നല്ല ഭംഗിയാണ്. നിങ്ങ എവിടെ പോണേണ്? ഒന്നുകൂടി പറയാ. നിങ്ങ എവിടെ പോണേണ്? നിങ്ങ എവിടെ പോണേണ്? പോണാണ്. ഇഷ്ടമുള്ള ഫുഡ് പൊറോട്ടയും ബീഫും, കീഴ് പൊറോട്ട, കൊത്ത പൊറോട്ട. ഇഷ്ടമുള്ള ആക്ടർ ഓർ ആക്ട്രസ്? നസ്രിയ ഫഹദ്. ദുൽഖർ സൽമാൻ. ഐ ലവ് യു പഠിപ്പിക്കാൻ പറ്റും? ഇഷ്. ഞാൻ ലീബർ മീൻസ് സ്നേഹം, പ്രണയം. ഡിഷ് നിന്നെ. ഡിഷ്. ഐ ലവ് യു. ഇഷ്, ലിബെ, ഡിഷ്. Awesome. നല്ല അസല് മലയാളം സംസാരിക്കുന്ന ഒരു ജർമ്മൻകാരിയാണ് ഇന്ന് ക്ലബ് FM-ൽ. എനിക്ക് ഭയങ്കര ഷോക്കാണ് ക്ലാര, ഇതെങ്ങനെ സാധിക്കുന്നു? ഞാൻ തനിയെ പഠിച്ചു മലയാളം. ആക്ച്വലി ജർമ്മനിയിൽ തന്നെ മലയാളം പഠിച്ചു. അതിനു മുമ്പ് ക്ലാര, വെൽക്കം ടു ക്ലബ് FM. അങ്ങനെയല്ല പറയേണ്ടത്, വിൽക്കമൻ ഇൻ ക്ലബ് FM. വിൽക്കമൻ ടു ക്ലബ് FM, അങ്ങനെ തന്നെ പറയാം. വിൽക്കമൻ ടു ക്ലബ് FM. അതായത് ദാറ്റ് മീൻസ് വെൽക്കം ടു ക്ലബ് FM. Exactly. Okay. So lasst uns beginnen. Let's start. Perfect. നല്ല പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ക്ലാര വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ റീസെൻ്റ്ലി ഞാൻ ക്ലാരയുടെ ഒരു വീഡിയോ കണ്ടു. അതായത് ഒരു ഊബറിനകത്ത് ക്ലാര കയറിയിരിക്കുകയാണ്. ഡ്രൈവർ ഭയങ്കര ഷോക്ക്ഡായി ക്ലാരനെ കണ്ടിട്ട്. മലയാളം സംസാരിക്കുന്ന ഒരു ഫോറിനറോ ഒരു ജർമ്മൻകാരിയോ, അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. സോ ടെൽ മീ അബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ്. യെസ്. സോ ആക്ച്വലി എപ്പോഴും ഞാനൊരു ഊബറിൽ കയറുമ്പോൾ പിന്നെ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർ എന്നെ എങ്ങനെ മലയാളം അറിയാം, എങ്ങനെ പഠിച്ചു? സോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു പ്രാവശ്യം ഞാനത് റെക്കോർഡ് ചെയ്യുമെന്ന്. ആക്ച്വലി ഞാനത് ഊബർ ഡ്രൈവറിനോട് പറഞ്ഞില്ല. എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെ തന്നെ. എങ്ങനെ പഠിച്ചോ? ലൈക്ക് കേരളത്തിൽ എത്ര നേരമായി ഇവിടെ വന്നിട്ട്, എത്ര നാളായി അത് തന്നെ ചോദിക്കുന്നു. അതെ. സോ ഞാനത് റെക്കോർഡ് ചെയ്തു. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് പേർ കണ്ടു നമ്മളെ. യെസ്. എനിക്കിപ്പോഴും ഭയങ്കര അതിശയമാണ് എങ്ങനെയാണ് ഈ ഒരു ജർമ്മൻ ഗേള് മലയാളം പഠിച്ചതെന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു യുവർ പാസ്റ്റ്. എങ്ങനെ മലയാളം പഠിച്ചു? യെസ്. സോ ആക്ച്വലി മലയാളം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഹിന്ദി പഠിച്ചു. ഹിന്ദി പഠിച്ചത്? കുറച്ച് ഹിന്ദി അറിയാം, കുറച്ച്. ക്യാ ബാത് ഹൈ? कैसे हो? അതൊക്കെ मैं ठीक हूँ, अच्छी हूँ. അടിപൊളി. ഹിന്ദി പഠിക്കാൻ അടിപൊളി. ഹിന്ദി പഠിക്കാനായിട്ടുള്ള കാര്യം എന്തായിരുന്നു? അത് കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഇന്ത്യന്മാരെ കണ്ടുപിടിച്ചല്ല പരിചയപ്പെട്ടു. അതെ. പക്ഷെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. സോ ഞാൻ ഹിന്ദി പഠിച്ചു. കാരണം ഹിന്ദി പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഇഷ്ടമാണ്. ലൈക്ക് അത് നല്ല രസമാണ് കേൾക്കാൻ. ഏതാണ് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട സിംഗർ? അരിജിത് സിംഗ്. എല്ലാ സോങ് അടിപൊളിയാണ്. ഓ യെസ്. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി ജർമ്മനിയിൽ നേരെ ഒരു മലയാളിയെ കണ്ടുപിടിച്ചു. പരിചയപ്പെട്ടപ്പോ ഞാൻ മലയാളം പഠിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് കേരളം എന്ന് പറഞ്ഞൊരു നാട് ഇന്ത്യയിലുള്ള കാര്യം ക്ലാരയ്ക്ക് അറിയായിരുന്നു? അറിയില്ലായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു ലൈക്ക് എവിടെ നിന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു കേരളത്തിൽ നിന്നാണ്. കേരളം എവിടെയാണ്, മലയാളം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോ ഞാൻ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ ചുമ്മാ ലൈക്ക് അതിനെ കുറച്ച് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ നോക്കിയിട്ട് മലയാളം പഠിക്കാൻ തുടങ്ങി. ഇത് ഏത് വർഷം ഇങ്ങനത്തെ കാര്യം അറിയുന്നത്? കേരളം ഉണ്ടെന്ന് അറിയുന്ന വർഷം? കൊറോണ സമയത്ത് 5 years back. 5 വർഷമായി.
ഓ മൈ ഗോഡ്. ഓക്കെ, അങ്ങനെ മലയാളം പഠിച്ചു തുടങ്ങി. അതെ. നമ്മുടെ മലയാളം ടീച്ചർ ആരായിരുന്നു? എന്ത് സോഴ്സ് ചെയ്ത മലയാളം പഠിച്ചത്? ഓർ യൂട്യൂബ് ട്യൂട്ടോറിയൽസ്? യൂട്യൂബല്ല, ടീച്ചറില്ല. ആക്ച്വലി ഓൺലൈൻ ഞാൻ ഒരു മലയാളം ഗ്രാമർ PDF കണ്ടു. സോ ഞാൻ അത് കൊണ്ട് മലയാളം പഠിച്ചു. മലയാളം ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇന്ത്യയിൽ ചിലപ്പോൾ, പക്ഷേ ലോകത്തിൽ എനിക്കറിയില്ല. ഓക്കെ, എങ്ങനെയായിരുന്നു? നമ്മൾ മലയാളം പഠിക്കാനായിട്ട് എളുപ്പമായിരുന്നോ? നല്ല പാടാണ് ആക്ച്വലി. മലയാളം പഠിക്കാൻ അത്രയും പാടല്ല, പക്ഷേ മലയാളികളോട് സംസാരിക്കാൻ അത് നല്ല പാടാണ്. പിന്നെ മലയാളികളെ മനസ്സിലാക്കാൻ അതും പാടാണ്. കാരണം എല്ലാ മലയാളികൾക്കും വേറൊരു ആക്സെന്റ് ഉണ്ട്, വേറെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. സോ അതൊക്കെ മനസ്സിലാക്കാൻ നല്ല പാടാണ്, കുറേ സമയമെടുക്കും. എന്താണ് മലയാളികളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ക്ലാര പറഞ്ഞത്? ലൈക്ക് സ്പീഡിൽ പറയും, ഒന്നും മനസ്സിലാവില്ല. ശരി. പിന്നെ കാസർഗോഡ് ഒരാൾ സ്ലാങ് മനസ്സിലാക്കാൻ അതാണ് പാട്. ഓക്കെ, ചോദിക്കട്ടെ, മലയാളം പഠിച്ചപ്പോൾ ഏറ്റവും ടഫായ അക്ഷരം ഏതായിരുന്നു? അതെ, ഞാനൊരു കഥ പറയട്ടെ. ഓക്കെ, എപ്പോഴും ഞാൻ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പട്ടിയല്ല, അത് തന്നെ എന്ത് പട്ടി. ലൈക്ക് കാരണം എനിക്ക് ആ ത അക്ഷരം പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അത് എങ്ങനെ പ്രൊനൗൺസ്? എനിക്കറിയില്ല. പട്ടിയും ഡിഫറെന്റ് ആണ്. പട്ടി ഈസ് എ ഡോഗ്. അറിയാം. പട്ടി ലൈക്ക് ബാക്കിലാണ്, പത്തി ഫ്രണ്ടിലാണ്. പിന്നെ തത്ത ഞാൻ എപ്പോഴും തത്ത എന്ന് പറയും, പക്ഷെ അത് പാരറ്റ് ലൈക്ക് തത്ത. അത് പാരറ്റ് ആണ് ആക്ച്വലി, തത്ത അല്ല. തത്ത യുനോ. അതെ. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത വാക്ക്? പത്തും. നേരത്തെ പറ്റും പറയുമ്പോ വീണ്ടും വേണ്ടി കോമഡി ആയിട്ട് തോന്നുന്ന വാക്ക് ഏതാണ്? അക്കു. ഇവിടെ ആൾക്കാരെ ലൈക്ക് ചില പയ്യന്മാരെ അക്കു എന്ന് വിളിക്കും, സ്വീറ്റ് ആയിട്ട്. ജർമ്മനിൽ അക്കു എന്ന് പറഞ്ഞ അത് ബാറ്ററിയാണ്. സോ അത് you're calling him a battery. അതും ഒരു തമാശയായിരുന്നു. ഓക്കെ, മുമ്പ് പറഞ്ഞ പോലെ ഈ അക്കു അതേപോലെ തന്നെ വേറെ വാക്കുകളില്ല, ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് അവിടെ വേറൊരു അർത്ഥമായിരിക്കും. അങ്ങനത്തെ വാക്കുകളുണ്ടോ? എന്റെ like to say my in Malayalam, enter means stuck in German. താറാവ്. എന്റെ എന്ന് പറഞ്ഞാൽ ജർമ്മനിൽ താറാവാണ്. യെസ്, അതെ. പിന്നെ അപ്പൊ എന്റെ താറാവ് എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ എന്ന് പറയണോ? എന്റെ കുറച്ച് പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്, ബട്ട് സ്ലാങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഐ മീൻ കേരളത്തിലാകുമ്പോഴത്തേക്കും എല്ലാ ജില്ലയിലും പോയിട്ടുണ്ടോ? കേരളത്തില് എല്ലാ ജില്ലത്തും പോയില്ല. എവിടെയൊക്കെ പോയിട്ടുണ്ട് കേരളത്തില്? ഓക്കെ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം. എല്ലാ സ്ലാങ്ങും പഠിച്ചോ? ഇടുക്കി. ഇതിൽ ഇഷ്ടപ്പെട്ട ഡിസ്ട്രിക്ട് ഏതാണ്? ഇടുക്കി. വൈ ഇടുക്കി? കാരണം മൂന്നാർ നല്ല ഭംഗിയാണല്ലോ, ആ മലകൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ it was just very peaceful and cold. ജർമ്മനി പോലെ തണുപ്പാണോ? അത്രയല്ലെങ്കിലും. അത്രയും അല്ല, ലൈക്ക് ഓട്ടം സീസണിലെ തണുപ്പ് അവിടെ തന്നെയാണ്. പക്ഷേ ആക്ച്വലി ജർമ്മനിയിലെ തണുപ്പ് എനിക്ക് ഇഷ്ടമല്ല. വിന്റർ സീസണിലെ തണുപ്പ്. എത്ര തണുപ്പ് പോകും ജർമ്മനിയുടെ തണുപ്പ്? എങ്ങനെയാ? ലൈക്ക് അപ് ടു -5 degrees. -5? എനിക്കിഷ്ടമല്ല. എല്ലാ വർഷവും ഒരു ജലദോഷം വരും. എത്ര നാളുണ്ടാവും അവിടുത്തെ തണുപ്പ് കാലം നീണ്ടു നിൽക്കുന്നത്? ഒരു 3 മാസം 4 മാസം അങ്ങനെ തന്നെ. പിന്നീട് നോർമൽ ക്ലൈമറ്റ് ആണോ? സഹിക്കാൻ പറ്റുന്നതാണോ? Then it will get warmer and then summeril like it will get to 35 degrees. So same ഇവിടെ തന്നെ same. സ്ലാങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ? Can I tell you my favorite slang thingy? Tell me. Okay. In Malappuram, instead of nyan odi, they say nyan mandi. So that was really nice for me. And then I think Bechina for Kasaragod. Bechina.
ബേച്ചിന മീൻസ് എനിക്കറിയില്ല, കാര്യം ഞാനൊരു കൊച്ചിക്കാരിയാണ്, ഞാനും ആലോചിക്കുന്നത് എന്താണ്. ബേച്ചിന മീൻസ് ഐ തിങ്ക് ഐ ഏറ്റ് ബേച്ചിന. ഓ നാടെ പോയി ഇസ് ഫ്രം കണ്ണൂർ ഐ തിങ്ക്. അവൻ അവിടെ പോയി, ഓ നാടെ പോയി. ഓൻ അവിടെ പോയി. ഓ നാടെ പോയി. ഓൻ അവിടെ പോയി. പിന്നെ വേറൊന്നും അറിയില്ല. കൊച്ചിയുടെ സ്ലാങ് പഠിച്ചോ? ഇല്ല. ഇവിടെ പച്ചമലയാളം അല്ലേ ഇവിടെ സംസാരിക്കുന്നത്? ഞങ്ങൾക്കൊരു സ്ലാങ് ഉണ്ട്. ഓക്കെ, ഒരു വാക്ക് പഠിപ്പിച്ച്. നിങ്ങ എവിടെ പോണേണ്? ഒന്നുകൂടി പറയാം. നിങ്ങ എവിടെ പോണേണ്? നിങ്ങൾ വിച്ച് മീൻസ് എവർ ആർ യു ഗോയിങ്. നിങ്ങൾ എവിടെ പോണേണ്? പോണാണ്. അതെ, നിങ്ങ എവിടെ പോണേണ്? ഒന്നുകൂടി. നിങ്ങ എവിടെ പോണയാണ്. പോകുന്നത്. പഠിച്ചോ? പഠിച്ചില്ല. ഇപ്പൊ പഠിച്ചു. അതിന് മുമ്പ് പഠിച്ചിട്ട് എനിക്ക് അറിഞ്ഞില്ല. ഇല്ല, ഇത് ചില സമയത്ത് നമ്മൾ എടുക്കാറുണ്ട്. നിങ്ങൾ എവിടെ പോണേണ്? ഓക്കെ. അതുകൊണ്ട് മലയാളം പഠിക്കാൻ പാടാണ് ഈ സ്ലാങ് കാരണം. അത് മലയാളത്തിൽ ഒന്ന് വാക്കുകൊണ്ട് ലൈക്ക് ഞാൻ ഒന്ന് നോക്കട്ടെ, അതും ജർമ്മനിലുണ്ട്. ലൈക്ക് ഞാനൊന്ന് നോക്കട്ടെ എന്നതിന്റെ ജർമ്മൻ എന്താണ്? മാൽ. ജർമ്മനിയും നമ്മുടെ കേരളവും തമ്മിൽ എന്തൊക്കെയാണ് സിമിലാരിറ്റീസ്? ജർമ്മനിയിലും കേരളത്തിലും സിമിലാരിറ്റീസ് നല്ല നേച്ചറുണ്ട്. ലൈക്ക് ജർമ്മനിയിൽ നല്ല നേച്ചറുണ്ട്, കേരളത്തിലും നല്ല നേച്ചറുണ്ട്. ബീച്ചുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ലൈക്ക് ഹിൽസ് അതൊക്കെ. ഇവിടെ ഞങ്ങൾ രാവിലെ ചായ കുടിക്കും. അവിടെ എന്ത് കുടിക്കും? അവിടെ രാവിലെയും ചായ കുടിക്കും. പക്ഷെ ആക്ച്വലി രാത്രിയിൽ ചായ കുടിക്കും. രാത്രിയോ? കിടക്കാൻ നേരത്തോ? അതെന്തത് അറിയില്ല, ചുമ്മാ ലൈക്ക് ആക്ച്വലി ഡിന്നർ കഴിക്കുമ്പോൾ ബ്രെഡ് കഴിക്കും, അത് കഴിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കും, ലൈക്ക് പഴങ്ങൾ, പിന്നെ ചായ കുടിക്കും. എന്ത് ചായ കുടിക്കുന്നത്? വാട്ട് കൈൻഡ് ഓഫ് മിൽക്ക് ടീ ആണ് ഇവിടെ കുടിക്കുന്നത്? അല്ല മിൽക്ക് ടീ അവിടെ കുടിക്കില്ല. അത് ആക്ച്വലി എനിക്ക് അറിഞ്ഞില്ല അതുണ്ട്. ലൈക്ക് മിൽക്ക് ടീ ലൈക്ക് മിൽക്ക് പാൽ കൊണ്ട് ഒരു ചായ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. അല്ല അത് പിന്നെ ജർമ്മനിയിൽ ടീ ബാഗ് ലൈക്ക് വെള്ളം കൊണ്ട് ഒരു ടീ ബാഗ് വെച്ചിട്ട് ചായ ഉണ്ടാക്കും. ഓക്കെ, ചായപ്പൊടി ഡയറക്ട്ലി വെള്ളത്തിലേക്ക് ഇടുന്ന ആദ്യമായിട്ടാണോ കാണുന്നത് ഇവിടെ വന്നിട്ട്? Here they use like the tea podi, chai podi. They put it in here. In Germany we have tea bags. We just take the tea bag, put it in the hot water, wait for 10 minutes and done. ഇവിടെ വന്നിട്ടാണ് പാൽ ചായ ഉള്ള കാര്യം അറിയുന്നത് അല്ലേ? ഞാൻ ഇവിടെ ആദ്യമായി പാൽ ചായ ഉണ്ടാക്കി, പക്ഷെ അത് ഫ്ലോപ്പായി പോയി. ചായ അഡിക്റ്റ് ആണോ? ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ചായ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ആക്ച്വലി പാൽ ചായ എനിക്ക് കുടിക്കാൻ വയ്യ, ലൈക്ക് ലാക്ടോസ്. സോ അത് കുടിക്കാൻ വയ്യ. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുടിക്കാൻ വയ്യ. അതാ ഞാൻ എപ്പോഴും കട്ടൻ ചായ കുടിക്കുന്നത്. സോ യു ലൈക്ക് കട്ടൻ ചായ? യെസ്, കട്ടൻ ചായ. ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറും മീൻകറിയും കൂട്ടി കഴിക്കും. ജർമ്മനിയിൽ എന്ത് കഴിക്കും ഉച്ചയ്ക്ക്? ആക്ച്വലി വി ഡോണ്ട് ഹാവ് ലൈക്ക് വൺ മീൽ ദാറ്റ് വി ഈറ്റ്. എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇറ്റാലിയൻ ഡിഷസ്, റഷ്യൻ ഡിഷസ്, ജർമ്മൻ ഡിഷസ്, anything we eat. We don't have like proper German dishes that we eat every day. എന്ത് വേണമെങ്കിലും നമുക്ക് കഴിയും. എല്ലാം കിട്ടും ജർമ്മനിയിൽ. എല്ലാ നാട്ടിലെ ഭക്ഷണം, അതെ ഇന്ത്യയിലെ ഭക്ഷണങ്ങളും നമുക്ക് കിട്ടും ജർമ്മനിയിൽ. ഇന്ത്യയിലെ ഭക്ഷണം ജർമ്മൻകാർ കഴിക്കൂ? ജർമ്മൻകാർ ലൈക്ക് റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യൻ ഭക്ഷണം എന്തൊക്കെയാണ് ജർമ്മൻസിന് ഇഷ്ടപ്പെട്ട? ബട്ടർ മസാല ചിക്കൻ, ബട്ടർ മസാല, ബട്ടർ ചിക്കൻ അത് തന്നെ. അതെ, ഞങ്ങളിപ്പം ഫോറിനേഴ്സിനെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ മദാമ എന്ന് പറയാറുണ്ട്. മദാമ വിളി കേൾക്കാറുണ്ടോ? എപ്പോഴും ഇനി മദാമ എന്ന് വിളിക്കും. പക്ഷെ ഞാനും ഒരു മദാമ എന്ന് കാണുമ്പോൾ ഞാനും മദാമ എന്ന് പറയുന്നത് മാഡം എന്നുള്ളതിനാണ് മദാമ എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് നെഗറ്റീവ്. എനിക്ക് പിന്നെ സായിപ്പ് മദാമെ. സായിപ്പ് ഒരു ഇറ്റ്സ് ഫ്രം ദി വേർഡ് കോൾഡ് സാഹിബ് ടു സായിപ്പ് ആൻഡ് മാഡം ടു മദാമ. ഇങ്ങനെ വിളിച്ചിരിക്കുമ്പോൾ ഇറിറ്റേഷൻ ആണോ ഓർ യു ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി? ഒരു തമാശയായിട്ട് എടുക്കും മദാമ. ഞാനും ആ ഫോറിനേഴ്സിനെ മദാമ എന്ന് വിളിക്കും. ഞാനൊരു ഫോറിനെ കണ്ട ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് നോക്കൊരു മദാമ, അത് അങ്ങനെ തന്നെ ചെയ്യുന്നു. അത് എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, പറയും. ജർമ്മനിയിൽ ഇന്ത്യ വളരെ പോപ്പുലർ ആണോ? ജർമ്മനിയിലോ?
ഇന്ത്യ ഓർ ഇന്ത്യൻസ്? ജർമ്മനിയിൽ കുറേ ഇന്ത്യൻസ് ഉണ്ട് ലൈക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ. സോ അങ്ങനെ കുറച്ച് പോപ്പുലറായി. എല്ലാവരും ജർമ്മനിയിൽ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ? അതെ, കുറേ മലയാളികൾ സംഘം. ആക്ച്വലി ജർമ്മനി, there is one agreement between Germany and Kerala for like to bring nurses there. Yes. Because we don't have too many nurses and here എല്ലാവരും ഒരു ഡോക്ടർ അല്ലെങ്കിൽ nurse ആയിരിക്കും. സോ അതെ, so they'll come to Germany and അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്താ നഴ്സിംഗ് പഠിക്കാത്തത്? like it's really hard job. അത് ചെയ്യാൻ നല്ല പാടാണ്, പിന്നെ സാലറി അത്രയും കൂടുതലല്ല. സോ ആർക്കും അത് ചെയ്യാൻ. പക്ഷെ ഇവിടുത്തെ നോക്കുമ്പോൾ സമയത്ത് നഴ്സിംഗ് നല്ല ജോലിയാണ്. അവിടെ പോയിട്ട് when you get that job നല്ല ശമ്പളമാണ്. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ജോലി എന്താണ്? like lawyers and people in like finance. When you do something with finance, business, lawyers, അങ്ങനെ. ഒരു ലോയറിന്റെ സാലറി എത്രയായിരിക്കും നോക്കിയിട്ടുണ്ടോ? അയ്യോ, എനിക്കറിയില്ല. ചിലപ്പോൾ ലാക്കിൽ പറയണോ, ലൈക്ക് റുപ്പീസിൽ പറയണോ? അത് ചിലപ്പോൾ ഒരു 7 ലക്ഷം മാസത്തിൽ. അതെ, പക്ഷേ ജർമ്മൻ നന്നായിട്ട് അറിയണം. അത് നല്ല പാടാണ്, അത് പഠിക്കാൻ നല്ല പാടാണ്. കുറേ എക്സാംസ് ഉണ്ട്, ലൈക്ക് പാടുള്ള എക്സാം. ഇഫ് യു ടേക്ക് ദ ലോ കോഴ്സ് around 50%, 60% will drop it. So not everyone will even pass it. Not everyone will go through it. So yeah, nalla paadana. Okay. Why should we go to Germany? Why shouldn't we stay here? Okay. നമ്മൾ എത്രാം ക്ലാസ് വരെ പഠിക്കണം? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഞങ്ങൾ 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് ജോലി കിട്ടി കല്യാണം കഴിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രാഫ് പോകുന്നത്. ഒരു ജർമ്മൻ ലൈഫ് എങ്ങനെയാണ്? അങ്ങനെ തന്നെയാ. ലൈക്ക് അങ്ങനെ തന്നെയാണോ? അതെ, +2 കഴിഞ്ഞ് ജർമ്മനിയിൽ ആക്ച്വലി 3 സിസ്റ്റംസ് ഉണ്ട്. ലൈക്ക് 9 ക്ലാസ് വരെ പഠിച്ചാൽ അതോ പഠിക്കാൻ പറ്റും, അതോ 10 ക്ലാസ് വരെ പഠിക്കാൻ പറ്റും, അതോ 12 ക്ലാസ് വരെ. സോ 3 സിസ്റ്റം ഉണ്ട്. 12 ക്ലാസ് വരെ പഠിച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റും. 10 ക്ലാസ് വരെ പഠിച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റില്ല. സോ so if we study till 12th, it's the same system like here. Okay. പക്ഷേ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാൻ അത് ഒരു അവിടുത്തെ ആൾക്കാർ എത്ര പ്രായത്തിൽ കല്യാണം കഴിക്കും? ഒരു 30 വയസ്സ് കല്യാണം കഴിക്കുമോ? പക്ഷെ നിർബന്ധമില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ല. I don't know if I ever want to get married. അവിടെ പ്രഷർ ചെയ്യോ? എന്താ കെട്ടാത്ത ഇവിടെയൊക്കെ ആണെങ്കിൽ ചോദിക്കും അവിടെ. ആക്ച്വലി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിനെ കുറിച്ച്. പക്ഷെ ജർമ്മനിയിൽ ആരും ചോദിക്കില്ല, ആരും ഒന്നും പറയില്ല ശരിക്കും. ലൈക്ക് ഇഫ് യു ഡോണ്ട് ഗെറ്റ് മാരീഡ് യുവർ ഹോൾ ലൈഫ് nobody cares. No. Nice. അതുപോലെ തന്നെ ഇപ്പം ഞാൻ കേൾക്കാറുണ്ട് ചില സിനിമകൾ കാണുന്ന സമയത്ത് ഒരു പ്രായം എത്തുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് യു ആർ ലൈക്ക് ഗെറ്റിംഗ് ഔട്ട് ഓഫ് യുവർ ഹൗസ്. അങ്ങനത്തെ ഒരു പ്രായം ജർമ്മനിയിൽ എത്ര പ്രായമായിരിക്കും? 12 ക്ലാസ് കഴിഞ്ഞിട്ട് 12th കഴിഞ്ഞിട്ട്. ഞാനത് അങ്ങനെ തന്നെ ചെയ്തു. ആക്ച്വലി ഞാൻ എൻ്റെ 12th ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സിറ്റിയിൽ പോയി പിന്നെ പഠിക്കാൻ തുടങ്ങി. ജർമ്മനിയിൽ കോപ്പി അടിക്കാൻ പറ്റുമോ? അത് ഭയങ്കര പാടാണ്. കാരണം ഇപ്പോൾ ഞാനത് പറയുന്നു, അത് തമാശയായിട്ട് പറഞ്ഞു. ഓക്കെ, ആക്ച്വലി കാൽക്കുലേറ്ററിന് ഒരു ലിസ്റ്റ് ഉണ്ട്. ലൈക്ക് കാൽക്കുലേറ്റർ എക്സാമിന് കാൽക്കുലേറ്റർ എടുക്കാൻ പാടാണ്. ലൈക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, കാൽക്കുലേറ്ററിന് ഒരു ലിസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ കാൽക്കുലേറ്റർ ആ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ടു ദി എക്സാം. പിന്നെ ഒരു റോ ഉണ്ട്. ലൈക്ക് there will be so many rows in the room, right? And then one row the people will sit, then one row free, one row people will sit. So തിരിഞ്ഞു നോക്കി അടിക്കാൻ പറ്റത്തില്ല. ബിറ്റ് വയ്ക്കാൻ പറ്റുമോ? ചുമ്മാ ബിറ്റ് ഇവിടുന്നൊക്കെ പേപ്പർ ബിറ്റ്സ്. ഓ, അത് ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ പഠിപ്പിച്ചു പറ്റും. എന്താ ശിക്ഷ കോപ്പി അടിച്ചിട്ട് പിടിച്ച? If you copy and they catch you, what happens? Then you fail the exam. Yeah, തോക്കും. എക്സാം തോക്കും. പിന്നെ നെക്സ്റ്റ് അടുത്ത സെമസ്റ്ററിൽ എഴുതണം. ഞാൻ കണ്ടതാണ്, നമ്മൾ ഇപ്പം
എക്സാം എഴുതുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോയാൽ നമ്മുടെ കൂടെ ആൾക്കാർ വരുമെന്ന്. യെസ്. ആക്ച്വലി എക്സാം ഹാളിൽ ഒരു 2-3 ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ ആക്ച്വലി ടോയ്ലറ്റിൽ പോകണമെങ്കിൽ യു ഹാവ് ടു ഗോ ടു ദ ഫ്രണ്ട്. പിന്നെ ആ എക്സാം കൊടുക്കണം ആ ആൾക്കാർക്ക്. പിന്നെ ഷീറ്റ് കൊടുക്കണം. യെസ് ആൻസർ ഷീറ്റ് കൊടുക്കണം. പിന്നെ ഒരാൾ ആ 3 പേരിലെ ഒരാൾ നിങ്ങളുടെ കൂടെ കക്കൂസിലേക്ക് വരും. ശരിക്കും കക്കൂസിലേക്ക് വരും. കാരണം കക്കൂസിൽ പറ്റിച്ച് ലൈക്ക് ചീറ്റ് ചെയ്ത കോപ്പി അടിച്ച അതും ഒരു വേരിയന്റ് ഉണ്ട്. ലൈക്ക് ഇറ്റ്സ് ഓൾസോ an option to like go there and so ഇനി വേറെ പിള്ളേരെ നമ്മൾ ഇവിടെയൊക്കെ പിള്ളേരെ നമുക്ക് ദേഷ്യം കൊണ്ട് ചിലപ്പോൾ ഒരു അടി കൊടുത്താൽ നമുക്ക് വരും. ജർമ്മനിയിൽ അങ്ങനെ അടി കൊടുത്താൽ നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമോ? യെസ് യു ക്യാൻ. അത് പറ്റും ആക്ച്വലി. അടിക്കാൻ പറ്റുമെന്നോ പോലീസ് പിടിക്കാൻ പറ്റുമെന്നോ? ഐ മീൻ അടിക്കുന്നത് ഇറ്റ്സ് നോട്ട് അലൗഡ്. ബട്ട് ഇഫ് യു ഡു ഇറ്റ് യു കുഡ് കോൾ ദ പോലീസ്. നോയ്സ് കംപ്ലൈൻറ്റ്സ് അത് ജർമ്മനി. ഒരാൾ ലൈക്ക് ആഫ്റ്റർ 8 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം സൈലൻസ് ആവണം. എല്ലായിടത്തും സൈലൻസ് വേണം. ഓക്കെ, സൈലൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ പോലീസെ വിളിക്കും. പിന്നെ പോലീസ് വരുമ്പോൾ കംപ്ലൈൻറ്റ് they'll complain and then you have to stop the music and everything. And after 8 no sound, no noise. ആക്ച്വലി 8 മണിക്ക് ശേഷം അതോ 9 മണിക്ക് ശേഷം. പക്ഷേ 9 മണിക്ക് ശേഷം ശരിക്കും ഷോപ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കോ? 9 മണിക്ക് ശേഷം ഷോപ്സ് ക്ലോസ്ഡ് ആവും. പിന്നെ എല്ലാം ക്ലോസ് ആവും. സൺഡേയും എല്ലാം ക്ലോസ് ആണ്. ഫാർമസിയിൽ പോകണമെങ്കിൽ അതും ക്ലോസ് ആണ്. മെയിൻ സ്റ്റേഷനിൽ മാത്രം ഷോപ്സ് തുറന്നിട്ടുണ്ട്. സോ ഗ്രോസറീസ് വേണമെങ്കിൽ ലൈക്ക് സൺഡേ ഗ്രോസറീസ് വേണം. മുമ്പേ വാങ്ങിച്ചു വെക്കണം. വേറൊരു സ്ഥലത്ത് പോകണം. വേറെ സ്ഥലത്ത് വെക്കണം. ഓക്കെ. മെയിൻ സ്റ്റേഷനിൽ പോകണം. ഓക്കെ. മെയിൻ സ്റ്റേഷനിൽ ലൈക്ക് സെൻട്രൽ സ്റ്റേഷൻ ലൈക്ക് ഫോർ ദ ട്രെയിൻ സ്റ്റേഷൻ മെയിൻ സ്റ്റേഷനിൽ ആ ഷോപ്സ് ഓപ്പൺ ആണ്. ചില ഷോപ്സ് സോ പക്ഷെ വേറെ ഷോപ്സ് എല്ലാം ക്ലോസ് ആണ്. എല്ലാം. ബാക്ക് ടു കേരള. ഇഷ്ടമുള്ള സ്ഥലം മൂന്നാറാണ്. പിന്നെ തിരുവനന്തപുരമാണ്. Why Trivandrum? Trivandrum has like it's a city. I love cities. അപ്പോൾ കൊച്ചി എന്താ? കൊച്ചി ബിക്കോസ് തിരുവനന്തപുരത്ത് നേച്ചർ കുറച്ച് കൂടുതലാണ്. സോ അതുകൊണ്ട് തിരുവനന്തപുരം ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ഫുഡ് പൊറോട്ടയും ബീഫും, കിഴി പൊറോട്ട, കൊത്തു പൊറോട്ട അതെല്ലാം എനിക്കിഷ്ടമാണ്. എനിത്തിങ് വിത്ത് പൊറോട്ട ഐ ലവ് ഇറ്റ്. വാവ്, അടിപൊളി. ജർമ്മനിയിൽ പൊറോട്ട ഉണ്ടോ? ഫ്രോസൺ പൊറോട്ട മാത്രം. ഫ്രഷ് ഇല്ല. ഇഷ്ടമുള്ള ആക്ടർ ഓർ ആക്ട്രസ്? Malayalam actress. Yes. I love I don't know her name. Nasriya Fahad. Yeah, Nasriya Fahad. I love her. And actor, I think Dulquer Salmaan. I really like his. DQയുടെ ഏത് പടമാണ് കണ്ടേ? ഒരു പാട്ടോ? അല്ല, DQയുടെ ദുൽഖർ സൽമാന്റെ ഏത് പടമാണ് കണ്ടത്? പടം which one was it? നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. അത് ഞാൻ ആദ്യമായി കണ്ടു. ലൈക്ക് ആദ്യം കണ്ട സിനിമ ആ മൂവി ആയിരുന്നു. പാട്ട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ സ്പോട്ടിഫൈയുടെ ലിങ്ക് കണ്ടായിരുന്നു. പാട്ട് പാടുവോ? പാട്ട് പാടില്ല. ലൈക്ക് പാട്ട് പാടാൻ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആ പാട്ട് പാടാൻ എനിക്കറിയില്ല. പക്ഷെ വരികൾ അറിയാം. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കൂടെ അറിയില്ല. എൻ്റെ കയ്യിലൊന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. അത് നല്ല പാടാണ്. ലൈക്ക് സിമ്പിൾ പാട്ടാണ്, മനസ്സിലാക്കാൻ ഭയങ്കര ലൈക്ക് സിമ്പിളാണ്. സോ പ്രസന്റ്ലി യു ടീച്ച് ജർമ്മൻ, റൈറ്റ്? യെസ്. അതിനെക്കുറിച്ച് പറയൂ. ഓക്കെ, സോ ആക്ച്വലി ഇൻവെർട്ടഡ് കോക്കനട്ട് പറഞ്ഞ ഇൻവെർട്ടഡ് കോക്കനട്ടിന് ഒരു ലാംഗ്വേജ് അക്കാഡമി ഉണ്ട്, സ്പീക്ക് AI. സോ അവിടെ ഒരു ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്, ജർമ്മൻ കോഴ്സ് ഉണ്ട്. സോ ജർമ്മൻ കോഴ്സിന് ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നു. എല്ലാം ഓൺലൈൻ വഴിയാണ്. യെസ്, ഓൺലൈൻ വഴിയാണ്. ഓക്കെ, അപ്പം തിരിച്ച് ജർമ്മനിയിലേക്ക് പോവോ? പോകണം. ആക്ച്വലി ടൂറിസ്റ്റ് വിസ ആയിട്ട് ഞാൻ എവിടെയുണ്ട്. ടൂറിസ്റ്റ് വിസന്
ഒരു 90 ദിവസങ്ങൾ മാത്രം 90 കിട്ടുള്ളൂ. 90 ഡേയ്സ് മാത്രം കിട്ടുള്ളൂ. ആ സോ അതിനുശേഷം തിരിച്ചു പോകണം. പക്ഷെ ഞാൻ തിരിച്ചു വരും. എക്സാംസ് ഞാൻ ജർമ്മനിയിൽ പഠിക്കുന്നു, BBA പഠിക്കുന്നു. സോ എൻ്റെ എക്സാംസ് എഴുതിയിട്ട് ഞാൻ തിരിച്ചു വരും. ഒരു 3 മാസം ഇവിടെ, 3 മാസം അവിടെ, 3 മാസം ഇവിടെ, 3 മാസം അവിടെ. മലയാളം ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ പഠിച്ചോ? അത് പറയാൻ പറ്റുന്നില്ല. ആന അലറലോടലറൽ. ആന അലറലോദരൽ. ആന അലറലോദരൽ. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ, ശ്രമിച്ചല്ലോ. പിന്നെ വേറെ എന്താ പഠിച്ചേ? വേറെ സൈക്കിൾ റാലി, പോലൊരു റോറി റാലി, സൈക്കിൾ റാലി, പോലൊരു റോറി റാലി, സൈക്കിൾ റാലി, പോലൊരു റോറി റാലി. മതി 3 പ്രാവശ്യം പറയണമെന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. വേറെ എന്താ പഠിച്ചേ? വേറെ എനിക്കറിയാം, ചേച്ചിക്കറിയോ? ഓക്കെ. ഒരു നീലെ നാളെ നീലെ അത് ജർമ്മനിൽ ഒന്ന് പറയട്ടെ. ലൈക്ക് ചേച്ചിക്ക് പറയട്ടെ. ഞാൻ പറയണം? ഓക്കെ. മോർഗൻ എഴുതാൻ പറ്റുമോ? ഏതിന്റെ ട്വിസ്റ്ററാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ? ഒരു മലയാളം ട്വിസ്റ്റർ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പോവാ ജർമ്മനിയിൽ, അല്ലേ? ടങ് ട്വിസ്റ്റർ ഒന്നുമല്ല, പക്ഷെ ചേച്ചിക്ക് ഒരു ടങ് ട്വിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് ഫോർ മീ. മോർഗൻ nur nicht nicht heute. എന്താണിത്? ഞാൻ എളുപ്പം ഒരു ടങ് ട്വിസ്റ്റർ പഠിപ്പിച്ചു തരും. അറിയട്ടെ. Brautkleid bleibt Brautkleid und Blaukraut bleibt Blaukraut. അത് പറയാൻ പറ്റുമോ? പോർക്ക്ലേറ്റോ? ഞെട്ടിപ്പോയി ചെയ്ത്. സത്യം. നമുക്ക് മോർഗന്റെ പിന്നാലെ പോ. ഓക്കെ. മോർഗൻ nur nicht heute sagen alle aller alle aller AL let's get AL ALLE alle faulen. അമ്മേ, തീരുന്നില്ല ഇത്. ഒരു വാക്ക് മാത്രം. Leute. faulen Leute. Morgen nur nicht heute sagen alle faulen Leute. Faulen. അടിപൊളി. കൊള്ളാം. ശരിക്കും പഠിച്ചു? Morgen nur nicht heute sagen alle faulen Leute. Yes. ഇതിന്റെ മലയാളം എന്തെങ്കിലും അത് പറ. നാളെ നീലെ. നാളെ നീലെ. അത് ഇനി സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് ജർമ്മനി പഠിക്കാൻ പറ്റുമോ? യെസ്. ആ പ്രൊനൗൺസിയേഷൻ ലൈക്ക് ജർമ്മൻ പ്രൊനൗൺസിയേഷനും മലയാളം പ്രൊനൗൺസിയേഷനും ഭയങ്കര സിമിലർ ആണ്. സോ അത് എളുപ്പമാണ്. എക്സാമ്പിൾ ഞാൻ ഒരു ജർമ്മൻ വേർഡ് മലയാളത്തിൽ എഴുതാൻ പറ്റും. ലൈക്ക് ഒരു ജർമ്മൻ വേർഡ് കണ്ട അത് മലയാളത്തിൽ എഴുതാൻ പറ്റും. കാരണം ആ ലെറ്റേഴ്സ് മലയാളത്തിലും ഉണ്ട്. എന്നെ കുറിച്ച് ജർമ്മൻ പഠിപ്പിച്ചു തരാമോ? ഷുവർ, പഠിപ്പിച്ചോ. ഓക്കെ. വി ഗേറ്റ്സ് എന്ന് പറഞ്ഞ സുഖാണോ? വി ഗേറ്റ്സ് അതും അത് സുഖാണോ അതോ എന്തുണ്ട് വിശേഷം? വി ഗേറ്റ്സ് സുഖമാണോ എന്തുണ്ട് വിശേഷം? വി ഗേറ്റ്സ്. അപ്പോൾ ഉത്തരം മിയ ഗേറ്റ്സ് ഗുഡ്. മിയ എനിക്ക് ഗേറ്റ്സ് ഗുഡ് സുഖമാണ്. മിയ എനിക്ക് ഗേറ്റ്സ് മിയ ഗേറ്റ്സ് ഗുഡ് എനിക്ക് സുഖമാണ്. ഓക്കെ. സോ ഞാൻ ചോദിക്കാം, ചേച്ചി ഉത്തരം പറയാം. ഓക്കെ. വി ഗേറ്റ്സ് മിയ ഗേറ്റ്സ് ഗുഡ്. അടിപൊളി. നല്ല പ്രൊനൗൺസിയേഷൻ ശരിക്കും. ഒരു മലയാളിയുടെ ജർമ്മൻ പ്രൊനൗൺസിയേഷൻ അടിപൊളി. അടുത്ത വാക്ക്. ഓക്കെ. ഓക്കെ. വി ഹൈസ്റ്റ് ഡു എന്ന് ചോദിച്ചാൽ പേരെന്താ? വി ഹൈസ്റ്റ് ഡു. വാട്ട് ഈസ് യുവർ നെയിം? യെസ്, പേരെന്താ? അപ്പോൾ ചേച്ചി പറയണം ഇഷ് ഹൈസ പിന്നെ പേര്. ഇഷ് ഹൈസ മറിയ. ഓക്കെ. വി ഹൈസ് ടു ഇഷ് ഹൈസ മറിയ. അടിപൊളി. തീർന്നു. താങ്ക് യു. തീർന്നു. ഒരെണ്ണം കൂടെ പഠിപ്പിച്ചു തരുമോ? ഓക്കെ. പേരെന്താ? ഐ ലവ് യു പഠിപ്പിക്കാൻ പറ്റുമോ? ഐ ലവ് യു എന്ന് പറഞ്ഞു. ഓക്കെ, ഷുവർ. ഇഷ് ഞാൻ
Liebe means സ്നേഹം, പ്രണയം. Dish. ഡിഷ്. നിന്നെ. Dish. ഡിഷ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന സാധനമല്ലേ? നിന്നെ. I love you. Ich liebe dich. Awesome. Ich liebe Club FM. I love Club FM. സൂപ്പർ. ഇനി കുറച്ച് ഡൗട്ടും കൂടെ ചോദിക്കാനുണ്ട്. ജർമ്മൻ ഇസ് നോൺ ഫോർ ഇറ്റ്സ് കാർ. ജർമ്മനിൽ ഒരുപാട് അടിപൊളി കാറുകളുണ്ട്. Yes. ഒരുപാട് ജർമ്മൻ കാർ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. Volkswagen. അത് കണ്ടിട്ടുണ്ട്. Audi. BMW. BMW. ജർമ്മനിൽ അത് BMW എന്ന് BMW. ഓ BMW. ഓ BMW എന്നാ പറയാ? BMW എന്ന് BMW എന്ന് ജർമ്മനിലാണ്. പിന്നെ പോർഷെ. തീർച്ചയായും പോർഷെ. ഞങ്ങൾ പോർഷെ എന്ന് പറയും. പോർഷെ. അത് കൊള്ളാം. ജർമ്മനിൽ പോർഷെ. പിന്നെ മെർസിഡസ് കണ്ടിട്ടുണ്ട്. മെർസിഡസ്. പക്ഷെ അത് ജർമ്മൻ കാറാണോ? ഏതോ ഒരു വണ്ടി, ഏതോ നാടിന്റെ വണ്ടി. അത് അങ്ങനെ കുറെ കാറുകൾ ജർമ്മനിൽ കുറെ കാറുകളുണ്ട്. സോ അത് ഓക്കെ. ജർമ്മൻ ഷെപ്പേർഡ് ജർമ്മനിയിലാണോ? യെസ്, ജർമ്മൻ ഷെപ്പേർഡ് ജർമ്മനിയിൽ നിന്നാണ്. ഓ, ഇവിടെയും ഉണ്ട്. ഇവിടെ വളരെ പോപ്പുലർ അല്ലേ ജർമ്മൻ ഷെപ്പേർഡ്? അതെന്താ ഇവിടെ പോപ്പുലർ? ഇവിടെ അങ്ങനെയാ, ഭയങ്കര കുരയ്ക്കുന്ന പട്ടിയത്. ഓ, അതുകൊണ്ട് വീട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട്. അവിടെ എങ്ങനെയാ ജർമ്മൻ ഷെപ്പേർഡ്? അവിടെയും പോപ്പുലറാണ്. പക്ഷേ ആക്ച്വലി ജർമ്മനിയിൽ പട്ടികൾ വീട്ടിന്റെ അകത്താണ്. ഇവിടെ പട്ടികൾ വീടിന്റെ പുറത്താണ്. ഓഫ് കോഴ്സ്. വീട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പുറത്താണ്, ജർമ്മനിയിൽ അകത്താണ് നിൽക്കുന്നത്. കോൺവെർസേഷൻ തീരുന്നില്ല എനിക്ക് ക്ലാരിയായിട്ട് സംസാരിച്ചിട്ട്. പക്ഷേ ഐ റിയലി ലവ് ടോക്കിംഗ് ടു യു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തെക്കുറിച്ചും ജർമ്മനിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്. എൻ്റെ ജർമ്മനി എന്താ? Vielen Dank. Yes. It's like much thanks. വളരെ നന്ദി. അതുപോലെ തന്നെ. Vielen Dank. Yeah. Thank you so much. വളരെ നന്ദി to you too.